ഹലോ, ഇന്ന് നമ്മൾ വെളുപ്പിന് 6 മണിയായപ്പോഴേക്കും വണ്ടിയായിട്ട് ഇറങ്ങി. ഇന്ന് നേരത്തെ ഇറങ്ങാൻ ഒരു കാരണമുണ്ട് കേട്ടോ. നമുക്ക് അടിമാലിക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അവിടെ നമുക്കൊരു ആശുപത്രി കേസുണ്ടേ. നമുക്ക് അവിടെ ഒരു ഡോക്ടറെ വീട്ടിൽ കാണണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നേരത്തെ ഇറങ്ങിയതേ. അങ്ങനെ നമ്മൾ അവരെയും കൂട്ടി നേരെ ഇറങ്ങി. ഇന്ന് എന്തായാലും രാവിലെ മഴയൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അടിമാലിലെത്തി ഞാൻ അവരെ ഡോക്ടറെ കാണുന്നോടത്ത് ഇറക്കി വിട്ടതിന് ശേഷം നേരെ വണ്ടി കൊണ്ടുപോയി ആശുപത്രിയുടെ പാർക്കിങ്ങിലോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം വിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി തപ്പിയപ്പോൾ കടയൊന്നും കാണാനില്ല. 7 മണിയായ സമയമായപ്പോഴും അടിമാലി കടയൊന്നും തുറന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആശുപത്രിയുടെ അപ്പുറ സൈഡിൽ നിന്ന് ഒരു ചായക്കട കണ്ടുപിടിച്ചു. അവിടെ കയറി ചായ കുടിച്ചു കഴിഞ്ഞിറങ്ങിയതേ പെയ്യുന്നു മഴ. അതുവരെയും തുറന്നു നിന്നു. പെട്ടെന്നൊരു മഴ പെയ്തു. അങ്ങനെ ആ ചെറിയ മഴയും നനഞ്ഞ് നേരെ ഓടി വണ്ടിക്കകത്ത് കയറി. വണ്ടിക്കകത്തൊരു 1 മണിക്കൂർ അടുത്തിരുന്നു കേട്ടോ. നമുക്ക് 1 മണിക്കൂർ പോസ്റ്റ് ഉണ്ടായിരുന്നേ. ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ തിരിച്ചെത്തി അവരെയും കൊണ്ട്. അങ്ങനെ രാവിലത്തെ കൈനീട്ടവും കിട്ടി. കൈനീട്ടവും വാങ്ങിച്ച് നമ്മുടെ വീടിനടുത്തുനിന്നുള്ള ഓട്ടോ ആയതുകൊണ്ട് വീട്ടിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ കയറി ഇതേ ചപ്പാത്തി കഴിച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഓട്ടവും കിട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം മുരിക്കാശ്ശേരി കൊണ്ടുപോയി അവരെ ഒന്നും കൂടി ആശുപത്രി കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ ഞാൻ അവരെ അവിടെ ഇറക്കി വിട്ട് നേരെ പാർക്കിങ്ങിലോട്ട് നിന്നു. അതാ കഴിഞ്ഞ തവണ കിട്ടിയ അതേ മരത്തോട് തന്നെ ഇത്തവണയും കിട്ടി കേട്ടോ. അങ്ങനെ മരച്ചോട്ടി കിടന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ഓട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഇന്ന് എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അവരുടെ കൈനീട്ടം കൊള്ളാം. ഇന്ന് എന്തായാലും നമുക്കൊരു 12,000 രൂപയുടെ ഓട്ടം കൂടിയിട്ടുണ്ട് കേട്ടോ.